പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചന നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ, വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ആഴമായ ദർശനം, ദൈവിക ഇടപെടലും ജീവിതത്തിൻ്റെ തലങ്ങളിൽ പല വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കത്തക്ക നിലയിൽ കർത്താവ് അതിനെ നിവൃത്തിയാക്കുന്ന നിലയിലുള്ള ആഴമായ വിശ്വാസം, പ്രത്യാശയെ വർദ്ധിക്കുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവങ്ങൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 68 സങ്കീർത്തനം 20 വാക്യം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴം ശക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ ദൂതൻ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കൽപ്പിക്കുന്ന കർത്താവ്, നീക്കുപോക്കുകൾ വരുത്തുന്ന ദൈവത്തിൻ്റെ പൈതലേ, ചില മാസങ്ങളായി ജീവിതത്തിൻ്റെ തലങ്ങളിൽ കാര്യങ്ങൾക്ക് ഒരു ക്രമീകരണമില്ല, ഒരു പരിഹാരമില്ല. ജീവിതമിങ്ങനെ വല്ലാതെ ശിഷ്യന്മാർ പടകിൽ തണ്ടുവലിച്ച് വലഞ്ഞു പോയതുപോലെ കാറ്റിൻ്റെ ആ പ്രതികൂലത്തിൽ ഇപ്രകാരം ജീവിതത്തിൽ വലഞ്ഞിരിക്കുന്ന, ഹൃദയം മടുത്തിരിക്കുന്ന, കടുത്ത നിരാശയോടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഒരു ചോടെനിക്ക് മുമ്പോട്ട് വയ്ക്കുവാൻ കഴിയത്തില്ല, അപ്രകാരം ക്ഷീണിച്ചും തളർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഒരു നീക്കുപോക്കില്ല. കാര്യങ്ങൾക്ക് ഒരു വിഷയത്തിനും ഒരു നീക്കുപോക്കില്ല. എത്ര പ്രാർത്ഥനാ വിഷയങ്ങളാണ് ദൈവത്തോട് പറയുന്നത്, എത്ര വിഷയത്തെ തൊടാനാ, എത്ര വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുവാനാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. ആ വിഷയങ്ങൾക്കൊന്നും ഒരു പരിഹാരം വരുന്നിട്ടില്ല, ഒരു പരിഹാരം ദൈവം ചെയ്തു തന്നിട്ടില്ല. ആ കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കില്ലാത്ത ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് നീക്കുപോക്ക് വരുത്താൻ പോവുക. ദൈവം നീക്കുപോക്ക് കൽപ്പിക്കാൻ പോവുക. ഇന്നത്തെ അവസ്ഥയിൽ ഇപ്രകാരം മടുത്തിരിക്കുന്ന ആ സ്ഥിതിയിൽ ഒരു നീക്കുപോക്ക് ദൈവം വരുത്താൻ പോവുക. മനസ്സിൽ ഒട്ടും സ്വസ്ഥതയില്ല, മനസ്സിൽ ഒട്ടും സമാധാനമില്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്രകാരമായിരിക്കുന്ന കുടുംബത്തോട്, ജീവിതത്തോടുള്ള ദൈവത്തിൻ്റെ ദൂത, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവാ. ആ വിഷയത്തിൽ, ആ സാഹചര്യത്തിൽ കർത്താവ് നീക്കുപോക്ക് വരുത്താൻ പോവാം. ദൈവം നീക്കുപോക്ക് വരുത്താൻ പോവാ. വചനമാഴമായി ഏറ്റെടുത്തു, ദൂതാഴമായി വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം. കർത്താവ് നീക്കുപോക്ക് ആ വിഷയത്തിൽ വേഗത്തിൽ ദൈവം കൽപ്പിക്കും, വേഗത്തിൽ ദൈവം വരുത്താൻ പോവുക. വചനം പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, രോഗത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, കടഭാരത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, കഷ്ടതയിൽ നിന്നുള്ള നീക്കുപോക്കുകൾ. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥ, ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥിതി, അത് നീക്കുപോക്ക്, അതിൻ്റെ അകത്ത് കർത്താവിത കൽപ്പിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. ആരംഭവാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ആ ദൂത് ഇടപെടുക. ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടിയാ? നീക്കുപോക്ക് കൽപ്പിക്കുക, ആ അവസ്ഥയിൽ നിന്ന് ഉദാഹരണം വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ഇനി സ്ഥിതി ഇതുപോലെ പോകത്തില്ല. ഈ അവസ്ഥ ഇനി തുടരുവാൻ ഒട്ടും ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ആരോട് വ്യക്തമായി പറയുന്നു, ഇനി ഒട്ടും ദൈവം, അല്പം പോലും ദൈവം ഇനി അനുവദിക്കത്തില്ല. ഈ അവസ്ഥയെ മുൻപോട്ട് പോകുക. അതിനുപ്പുറം ഇതാ കർത്താവിൻ്റെ നീക്കുപോക്കിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവൃത്തി. ഏത് വിഷയത്തെയാണോ തൊടേണ്ടത്, ഏത് പ്രശ്നത്തെയാണോ പരിഹാരം വരുത്തേണ്ടത്, ദൈവത്തിൻ്റെ വൈദ്യലെ അങ്ങനെ അപ്രകാരം പ്രവർത്തിച്ച് ആ വിഷയത്തിന്മേൽ ഇതാ നീക്കുപോക്ക് കർത്താവ് കൽപ്പിക്കുക. വലഞ്ഞു പോകണ്ട, മടുത്തു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട.
അതല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം, അതല്ല ദൈവത്തിൻ്റെ ഇടപെടൽ. ദൈവം ഉദാഹരണങ്ങളുടെ ദൈവമാണ്. വിശ്വസിക്കട്ടെ, വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു, വലിയ ദൈവശക്തി വ്യാപരിക്കുന്നു. നീക്കുപോക്ക് ആ കുടുംബം കാണും, നീക്കുപോക്ക് തലമുറ വിഷയത്തിൽ നടക്കും. അതുപോലൊരു ദൈവിക മഹത്വം ഇതാ ശക്തിയോടെ സ്വർഗം വെളിപ്പെടുത്താൻ പോവാ. ദൈവം ഇപ്രകാരം മാനിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം നീക്കുപോക്കായി ഇതാ സംഭവിക്കുന്നു. എൻ്റെ വിഷയത്തിൽ ഒരു നീക്കുപോക്ക് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, ദൈവത്തിൻ്റെ ദൂത് അതിശക്തമായി പരിശുദ്ധാത്മൻ്റെ ശബ്ദം വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. ദൈവം എഴുന്നേറ്റിരിക്കുക, ദൈവം എഴുന്നേറ്റിരിക്കുക, ദൈവം പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുക. അത്ഭുതം നടക്കുക, വിടുതൽ നടക്കുക. കർത്താവ് സഹായിക്കും. നീക്കുപോക്ക് വരുത്തുന്ന കർത്താവിൻ്റെ കരം വേഗത്തിൽ കാണാൻ പോകുന്നു, വേഗത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം, ദൈവമക്കളെ അനുഗ്രഹിക്കണം. കർത്താവെ, മടുത്തിരിക്കുന്ന, കടുത്ത നിരാശരിക്കുന്ന, വലഞ്ഞു പോയതുപോലെ ജീവിത സാഹചര്യമായിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചു, പരിശുദ്ധാത്മ ഇടപെട്ടു. അതുപോലെ തന്നെ വേഗത്തിൽ നടക്കട്ടെ. ഇന്ന് അതിശയത്തിൻ്റെ ഒരു പ്രവൃത്തി കൂടാരങ്ങളിൽ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ വിടുതലുകളും സൗഖ്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം ഇപ്പോൾ കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. അവരനുഭവിക്കുന്ന ആ കഷ്ടതയുടെ കർത്താവെ, ഇന്ന് ഒരു നീക്കുപോക്ക്, ആ രോഗത്തിൽ നിന്നൊരു നീക്കുപോക്ക്, ആ കടഭാരത്തിൽ നിന്നൊരു നീക്കുപോക്ക് കർത്താവെ, ഈ നിമിഷം അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കണം, ദൈവം സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.